സ്നേഹാർദ്രം. രചന മാരിജൻ. അവതരണം സിദ്ധി. കോളേജിനുള്ളിൽ ശിവേട്ടൻ നിൽക്കുന്ന കണ്ടപ്പോൾ ആദ്യം തള്ളിയത് എന്റെ കണ്ണാണ്. കുറച്ച് അഹങ്കാരമൊക്കെ തോന്നിപ്പോയി. അപ്പോൾ ഞാൻ കരഞ്ഞാൽ പൊള്ളും, അതും പുതിയ അറിവായിരുന്നു. അതുകൊണ്ടല്ലേ രാവിലെ ഇവിടെ വന്ന് പോസ്റ്റായത്. ഉള്ളത് പറഞ്ഞാൽ അങ്ങേരെന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇത്രയും സന്തോഷം തോന്നില്ലായിരുന്നു. എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, എങ്കിലേ മെരുങ്ങൂ. പിന്നെ ഒരാഴ്ച പല സ്ഥലത്ത് വെച്ച് ഒറ്റയാനെ കണ്ടു. ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല. ഒരു ദിവസം ഞാൻ മാളിൽ നിൽക്കുമ്പോൾ ബിവറേജിന്റെ ക്യൂവിൽ നിൽക്കുന്നതും കണ്ടു. ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടോയും എടുത്ത് പോകുന്ന കണ്ടു. എനിക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. അടുത്ത ആഴ്ച കോളേജിൽ ആർട്ട് ഫെസ്റ്റിവൽ ആയിരുന്നു. അച്ഛന്റെ കാല് പിടിച്ചാണ് രേവു എനിക്ക് അഭിനയിക്കാനുള്ള അനുവാദം വാങ്ങി തന്നെ. ലേറ്റ് ആവുന്ന കൊണ്ട് രാത്രി രേവുവിന്റെ വീട്ടിൽ കിടന്നിട്ട് രാവിലെ വീട്ടിലെന്നാമെന്ന് പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ സമ്മതവും കിട്ടി. ഞങ്ങളുടെ ഡ്രാമയൊക്കെ അടിപൊളിയായിരുന്നു. അടുത്തുള്ള നാടക ട്രൂപ്പുകാരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാടകയ്ക്ക് എടുത്തിരുന്നു. രാത്രി തന്നെ അത് തിരിച്ചെത്തിക്കണമായിരുന്നു. ഒടുവിൽ ഞാനും കിരണും സാധനങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അഭി ബാക്കി എല്ലാവരും കിരണിന്റെ കാറിൽ അവരുടെ വീട്ടിലേക്ക് എത്തിക്കാമെന്നും ഏറ്റു. ഡ്രാമ കഴിഞ്ഞ് ഞാനും കിരണും അഭിയുടെ ബൈക്കിൽ നാടക ട്രൂപ്പിലേക്ക് പോയി. രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. ജംഗ്ഷൻ അടുത്തെത്തിയപ്പോൾ ഒച്ചയാൻ ബുള്ളറ്റിൽ ചാരി നിൽക്കുന്നത് കണ്ടു. പാതിരാത്രി എന്നെ ഒരു ആണിനോടൊപ്പം ബൈക്കിൽ പോകുന്ന കണ്ടിട്ടാവണം ആൾ അന്തവിട്ട് നോക്കുന്ന കണ്ടു. ഞാൻ കാണാത്ത മട്ടിൽ കിരണോട് തമാശയൊക്കെ പറഞ്ഞിരുന്നു. രാത്രി കിരൺ എന്നെ രേവുവിന്റെ വീട്ടിലാക്കി. അവളെ കണ്ടതും ഞാൻ ഓടിച്ചെന്ന് ശിവേട്ടന്റെ കാര്യം പറഞ്ഞു. എന്നെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നടി. ഓ പിന്നെ ഒന്ന് പോടി, നീ അങ്ങനെ നോക്കിക്കാണും, അതാവും നടന്നത്. അതൊന്നുമല്ല, ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ അന്തം വിട്ടായിരിക്കില്ല, സന്തോഷം കൊണ്ട് നോക്കിയതായിരിക്കും. ഇനിയെങ്കിലും നീ അങ്ങേരുടെ പിറകെ നടക്കില്ലല്ലോ. നീ വിശ്വസിക്കേണ്ട. അല്ല പിന്നെ. അതും പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് മുറിക്കകത്തേക്ക് കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞ് രേവു വന്ന് എന്റെ തലയിൽ തടവി. എന്റെ ഭദ്രേ, ഞാൻ എന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. അങ്ങേര് ആളൊരു കാട്ടുമാക്കാനാ. നീ കരുതും പോലെ ഒറ്റയടിക്ക് അങ്ങേര് നിന്നെ കയറി പ്രേമിക്കാനൊന്നും പോണില്ല. അങ്ങനെ പ്രേമിക്കത്തക്ക ബന്ധമൊന്നും നിങ്ങൾ തമ്മിലില്ലല്ലോ. കാര്യം നിന്റെ മുറച്ചെറുക്കനാണേലും നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരൊന്നും അല്ലല്ലോ. വളർന്ന സാഹചര്യങ്ങൾ രണ്ടാണ്. അയാൾ ഒരിക്കലും നിന്നെ പ്രണയിക്കാൻ കഴിയില്ല. എല്ലാം രേവുവിനോട് തുറന്നു പറയാൻ എന്റെ മനസ്സ് വെമ്പി. എങ്കിലും വേണ്ടെന്ന് വെച്ചു. പിറ്റേ ദിവസം കോളേജിൽ പോയില്ലായിരുന്നു. വീട്ടിൽ ആകെ ശോകമയം. അച്ഛനും ഏട്ടനും ഇല്ലാത്തത് കൊണ്ട് ഒരുമാതിരി അവാർഡ് സിനിമ എഫക്റ്റ്. എങ്ങനെയും അടുത്ത ദിവസം കോളേജിൽ പോയാൽ മതിയെന്നായി. ഒരാഴ്ചയിൽ കൂടുതലായി ശിവേട്ടനെ വിളിച്ചിട്ട്. അമ്മായിയെ ഇടയ്ക്കൊക്കെ വിളിക്കും. കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ സൂത്രത്തിൽ ഒറ്റയാന്റെ കാര്യവും ചോദിക്കും. ആളാകെ സെന്റിയടിച്ച് നടക്കുവാണെന്ന് ന്യൂസ് കിട്ടിയിട്ട് 2 ദിവസമായി. അപ്പച്ചിയോടൊക്കെ ചാടിക്കടിക്കാൻ ചെല്ലുമത്രേ. പിന്നെ ഒരു സന്തോഷ വാർത്ത, കള്ളുകൂടി ഇല്ലെന്ന എന്നതാണ്. എന്തായാലും അപ്പച്ചിയെ ഒന്ന് വിളിക്കാൻ തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒറ്റയാന സുഖമല്ലേ എന്ന് ചോദിച്ചു. ഒന്നും പറയേണ്ട കുട്ടി, ഒരാഴ്ചയെ കള്ളുകൂടി ഇല്ലാണ്ടിരുന്നതാ. നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല, കടിച്ചു കീറാൻ വരും എന്നല്ലാതെ കുടിയും കൂട്ടുകെട്ടൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ രാത്രി പക്ഷെ വീണ്ടും കുടിച്ചിട്ട് വന്നു. ആരൊക്കെയോ കൊല്ലുമെന്നോ ജയിലിൽ പോകുമെന്നോ ഒക്കെ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. എന്തിനാ പറയുന്നേ, ഉത്സവത്തിന് നല്ലൊരു ഷർട്ടും മുണ്ടും വാങ്ങിയായിരുന്നു. അതും എടുത്ത് കത്തിക്കുന്ന കണ്ടു. ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഇടയ്ക്ക് മോളുടെ പേരാണോ പറഞ്ഞെന്ന് സംശയമുണ്ട്. അത് കേട്ടത് ഞാനൊന്ന് ഞെട്ടി. ഏയ്, എന്റെ പേരെന്തിനാ പറയുന്നേ? ഞാൻ ആയിരിക്കില്ല. വിക്കി പറഞ്ഞൊപ്പിച്ചു. അതും ശരിയാ, ഞാൻ കേരളത്തിലെ തെറ്റാവും. ഒന്നും ചോദിക്കാൻ പറ്റില്ലേ? എങ്കിൽ നമ്മളെ കൊന്നത് തന്നെ. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് അപ്പച്ചി ഫോൺ വെച്ചു. ഇന്നലെ എന്നെ കിരണോടൊപ്പം കണ്ടതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പോൾ ഒറ്റയാന്റെ മനസ്സിൽ ഇളക്കമുണ്ട്. അറിയാതൊരു ചിരി എന്റെ ചുണ്ടിൽ വിരിഞ്ഞു. പക്ഷേ ശരിക്കുമുള്ള പൂരം വരാതിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് ഞാനും രേവും കോളേജിൽ പോയി. വരാന്തയിലിരുന്ന് ഞങ്ങളുടെ ഗ്യാങ് കത്തിവെക്കുകയായിരുന്നു. കിരൺ ഒഴികെ ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. ഈ കിരൺ ഇതെവിടെ പോയി? അവന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ലേ? ഞാനത് ചോദിച്ചും കിരണിന്റെ കാറ് വന്നു. നോക്കിയപ്പോൾ അവന്റെ അച്ഛനാ ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ കാറിനരികിൽ ചെന്നു. കിരൺ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ മുഖമൊക്കെ നീര് വന്ന് വീർത്തിരിക്കുന്നു. ഒരു കയ്യിൽ ബാൻഡേജ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ആകെ വണ്ടടിച്ച് അവനെ നോക്കി. ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ട് നടക്കാൻ നോക്ക്. വൈകിട്ട് ഞാൻ വന്ന് വിളിച്ചോളാം. ശരി പപ്പ. കിരണിന്റെ പപ്പ പോയത് ഞങ്ങൾ എല്ലാവരും അവനെ വളഞ്ഞു. എന്തു പറ്റിയതാടാ? ഇന്ദുവാണ്. കിരൺ ദയനീയമായി ഞങ്ങളെ നോക്കി. ഒന്നും പറയണ്ട, ഇന്നലെ എന്റെ ബൈക്ക് ആ ഒറ്റയാന്റെ ഓട്ടോയിലൊന്ന് മുട്ടി.
ചെറുതായി ഒന്ന് തട്ടി. അതിന് അങ്ങേര് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളാ ഈ കാണുന്നതല്ല. നീ എന്തിനാ അതിൽ കൊണ്ട് ഇടിക്കാൻ പോയത്? ഇന്ദുവാണ്. നീ ഒന്ന് പോയേ, അതിന് ആരിടിച്ചു എന്നാ ഈ പറയുന്ന? അങ്ങേര റോങ് സൈഡ് കൂടി കയറി വന്ന് എന്റെ വണ്ടി ഇടിച്ചത്. നിനക്ക് തിരിച്ചടിക്കാൻ മേലായിരുന്നോ? അഭിയാണ്. ഓടാ, ഒന്നും ചെയ്യാതെ നിന്ന് തല്ലുകൊണ്ടത് കൊണ്ടാ അങ്ങേര് എന്നെ ഈ കോലത്തിലെങ്കിലും വിട്ടത്. അല്ലടി, അങ്ങേർക്ക് പെങ്ങന്മാർ വല്ലതുമുണ്ടോ? കിരൺ എന്നോട് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞൊപ്പിച്ചു. പിന്നെ ആരെ വായി നോക്കി കാര്യമാ അങ്ങേര് പറഞ്ഞേ? എന്താ? അല്ലടി, തല്ലുന്നതിനിടയിലേ നിനക്ക് പെണ്ണുങ്ങളെ വശീകരിക്കലാണോ പണി എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. ഞാനാണേൽ കഴിഞ്ഞ ദിവസം ആർട്ട് ഫെസ്റ്റിവൽ വന്ന 1-2 കമന്റ് അടിക്കുകയും ചെയ്തു. ഇനി അവൾമാരെങ്ങാനും കൊട്ടേഷൻ കൊടുത്തതാണോ? അതും പറഞ്ഞ് കിരൺ ഞൊണ്ടി ഞൊണ്ടി നടന്നു നീങ്ങുമ്പോൾ ശബ്ദവും വെളിച്ചവും നഷ്ടപ്പെട്ട് ഞാനും രേവും നിൽപ്പുണ്ടായിരുന്നു. അടിച്ചുപോയ ഫ്യൂസൊക്കെ തിരിച്ചു സെറ്റാവാൻ ഒരു 10 മിനിറ്റെങ്കിലും എടുത്തു. ഞാൻ നോക്കുമ്പോൾ രേവു എന്നെ തന്നെ നോക്കി നിൽക്കുക. വായ് അല്പം തുറന്നു പിടിച്ചിട്ടുണ്ട്. ഞാൻ അവളെ പിടിച്ചു കുലുക്കി. രേവു ഡി. അവൾ അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽപ്പ് തന്നെ. സംസാരശേഷി വല്ലതും അടിച്ചു പോയോ എന്റെ ഈശ്വരാ? ഞാൻ വീണ്ടും അവളെ ശക്തിയായി കുലുക്കി. ഇത്തവണ ബോധം വന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? എന്ത്? ആ ഒറ്റയാനും നീയും തമ്മിൽ ലവ്വാണോ? പിന്നെ കൊണ്ടുപിടിച്ച പ്രണയമല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേവു ആകെ കിളിപോയ മട്ടിൽ എന്നെ നോക്കി നിൽപ്പു തന്നെ. പിന്നെ താമസിച്ചില്ല, എങ്ങനെയും പിടിച്ചു വരച്ച് ക്ലാസ്സിൽ കയറ്റി. ദൈവം ഉണ്ടെന്ന് പറയുന്ന നേരാ. ദേ പ്രേംകുമാർ സാറിന്റെ രൂപത്തിൽ ക്ലാസ്സിൽ നിൽക്കുന്നു. സുഖമായി. ഇനിയിപ്പോ കെട്ടിവെച്ച ചിന്തകളൊക്കെ അഴിച്ചുവിട്ട് സ്വസ്ഥമായി ഭാവനയുടെ ലോകത്ത് വിരചിക്കാം. പുള്ളി ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ ഒരു മൂലയ്ക്കെന്ന് കാറിക്കോളും. സാറിന്റെ ക്ലാസ്സിലിരുന്ന് ചിന്തിച്ച മുഴുവൻ ശിവേട്ടനെ കുറിച്ചായിരുന്നു. അങ്ങേർക്ക് എന്നോട് പ്രേമമുണ്ടോ? ഹോ, ആ ചിന്ത പോലും ഉള്ളിൽ കുളിർ നിറച്ചു. മയിൽപ്പീലി വെച്ച് ആരോ പതുക്കെ തലോടുന്ന പോലൊരു സുഖം. എനിക്കെന്തോ ഒറ്റാനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി. ചുമ്മാ ആ കലിപ്പ് കാണാനൊരു മോഹം. മുമ്പ് എനിക്ക് അങ്ങേരോട് അസ്ഥിക്ക് പിടിച്ച പ്രേമമായിരുന്നു. ഇപ്പോ അത് തൊലിപ്പുറത്തും വ്യാപിച്ച പോലെ. ഉച്ചയ്ക്ക് രേവനോട് കാര്യം പറഞ്ഞിട്ടിറങ്ങി. അപ്പച്ചിയുടെ വീട്ടിലോട്ട് തിരിയുന്ന റൂട്ടിൽ വെച്ച് ഒറ്റാന്റെ ഓട്ടോ കിടക്കുന്ന കണ്ടു. കാണാത്ത മട്ടിൽ ഞാൻ അപ്പച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ സ്കൂട്ടിയിൽ നിന്നിറങ്ങിയതും ഒറ്റൻ ഓട്ടോയിൽ നിന്ന് വന്നിറങ്ങി. ഒരുമിച്ചായിരുന്നു. നിൽക്കടി പുല്ലേ അവിടെ. ആഹാ, ശിങ്കാരിമേളം തുടങ്ങിയല്ലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. ഒറ്റാനെ നോക്കി. ദേ ചിരികൂട്ടി വരുന്നു. നീ എന്തിനാടി ഇങ്ങോട്ടിപ്പോൾ കെട്ടിയെടുത്തേ? വോ, ചുമ്മാ എന്റെ അമ്മായിയമ്മയെ ഒന്ന് കാണാൻ, ഞാൻ കൂസലില്ലാതെ പറഞ്ഞു. നിന്റെ അമ്മായിയമ്മയോ? അതേലോ, കെട്ടിയോന്റെ അമ്മയെ അമ്മായിയമ്മ എന്നല്ലേ വിളിക്കേണ്ടേ? നീ ആരാന്നാടി പുല്ലേ നിന്റെ വിചാരം? കോലോത്തെ കൊച്ചു തമ്പ്രാട്ടിയോ? കണ്ടേച്ചാലും മതി. നിന്റെ കരച്ചില് കണ്ട് കിറങ്ങിയിട്ടാണ് ഞാൻ വന്നെന്ന് നീ കരുതിയോ? നീ കരഞ്ഞാൽ എനിക്കങ്ങ് കൊണ്ടു കയറേണ്ട കാര്യം എന്താടി? ഇതൊക്കെ അവനവനോട് സ്വയം അങ്ങ് ചോദിച്ചാൽ പോരെ? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? എന്റെ ആ ഡയലോഗിൽ ഒറ്റൻ പ്ലിങ്ങി. അപ്പച്ചി ഇല്ലല്ലോ, ഞാൻ അപ്പച്ചിയെ കാണാൻ വന്നതാ, ഞാൻ പോണു. അതും പറഞ്ഞ് ഞാൻ സ്കൂട്ടിയിൽ കയറി. അപ്പോഴാ അപ്പച്ചി വരുന്നത് കണ്ടത്. എന്നെ ശിവേട്ടനൊപ്പം കണ്ടതും അപ്പച്ചിയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അപ്പച്ചി ദയനീയമായി ശിവേട്ടനെ നോക്കി. എന്നെ ശിവേട്ടൻ വല്ലതും പറയുമോ എന്ന് ടെൻഷനിലാണ് അപ്പച്ചിക്കെന്ന് മനസ്സിലായി. ഞാൻ വെളുക്കനെ ചിരിച്ചു. മോൾ ഇപ്പോൾ വന്നതേ ഉള്ളോ? ശിവേട്ടൻ ഒന്ന് പാളി നോക്കി അപ്പച്ചി ചോദിച്ചു. റേഷൻ കട വരെ ഒന്ന് പോയതാ മോളെ. മോള് വാ. അതും പറഞ്ഞ അപ്പച്ചി എന്റെ കയ്യിൽ പിടിച്ച് അകത്ത് കയറി. കൂടെ ശിവേട്ടനും. അല്ല ശിവ, നീ എന്താ ശിവ വന്നേ? അപ്പച്ചി ചോദിച്ചു. ഞാൻ അത് പിന്നെ എനിക്കെന്താ, എന്റെ വീട്ടിൽ വന്നൂടെ? ആദ്യമൊന്ന് വിക്കെങ്കിലും ആളെ പെട്ടെന്ന് കലിപ്പുമോട് ഓണാക്കി. അതിന് നീ എന്തിനാ ശിവ കിടന്നു തുള്ളുന്നേ? ഞാൻ കാര്യം അന്വേഷിച്ചെന്നല്ലേ ഉള്ളൂ. ബാക്കി ഡയലോഗ് എന്റെ മുഖത്ത് നോക്കിയ അപ്പച്ചി പറഞ്ഞേ. ഇപ്പോൾ എന്തിനും ഏതിനും തുള്ളുന്നത് തന്നെയാ. വൈകുന്നേരം ആകുമ്പോൾ ഒരു ഫോണും പിടിച്ച് ഇവിടെയൊക്കെ നടക്കും. രാത്രി വരെ നടക്കും. അത് കഴിഞ്ഞ് പിന്നെ കില പിടിച്ച പോലെ ഇവിടെ കിടന്ന് തുള്ളും. അത് പിന്നെ എന്റെ കൂട്ടുകാരൻ ഗോപനില്ലേ, അവനൊരു വിസയുടെ കാര്യം വിളിച്ച് പറയണമെന്ന് പറഞ്ഞ അതാ. ഗോപന്റെ കൂടെയല്ലേ നീ എന്ന് രാത്രി വരുന്നേ? പിന്നെ ഫോൺ ചെയ്യേണ്ട കാര്യം എന്താ? ഞാൻ ചിരി കടിച്ചമർത്തുന്ന കണ്ട് ഒരാൾ പല്ലുനിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല മോളെ, ഇവന് കാര്യമായി എന്തോ കുഴപ്പമുണ്ട്. ആ ചരടെടുത്ത് കെട്ടാൻ പറഞ്ഞാൽ അതും കേൾക്കില്ല. നിൽക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാവും ഒറ്റയാൻ ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോകുന്ന കണ്ടു. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത്. അമ്മയാണ്. അച്ഛനും ഏട്ടനും പോയത് കൊണ്ട് അമ്മ വീട്ടിൽ ഒറ്റക്കാണ്. ഞാൻ പെട്ടെന്ന് ഫോൺ കട്ടാക്കി എഴുന്നേറ്റു. പോട്ടെ അപ്പച്ചി, അമ്മയാണ്. അമ്മ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ദേവേട്ടൻ? അച്ഛനും ഏട്ടനും ബിസിനസ് ടൂറിലാണ്. ഏട്ടത് ഞാൻ തിരക്കിയെന്ന് പറയണം.
അപ്പച്ചിയുടെ കണ്ണ് നിറയുന്ന കണ്ടു. അപ്പച്ചി വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, പോട്ടെ. അതും പറഞ്ഞ് ഞാൻ ഇറങ്ങി. സ്കൂട്ടിയിൽ മെയിൻ റോഡിലേക്ക് കയറിയില്ല. അതിനു മുമ്പ് ഇതേ ഓട്ടോ കൊണ്ടൊന്ന് കുറുക്കെ വെച്ചു. ഇതൊരു നടക്കി പോകില്ല, ഞാൻ മനസ്സിൽ പറഞ്ഞു. നിൽക്കടി. ആ, നിങ്ങളോ? നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ നിൽക്കുമായിരുന്നു. എന്താ? നിങ്ങൾ എന്തിനാ മനുഷ്യ ആ കിരണിനെ തല്ലിയത്? അത് പിന്നെ അവൻ എന്റെ ഓട്ടോയിൽ വണ്ടി കൊണ്ടിടിച്ചു. എന്നിട്ട് നിങ്ങളാണ് റോങ് സൈഡ് കയറി വന്നാണല്ലോ അവൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ കണക്കായി പോയി. ഞാൻ തല്ലുണ്ടാക്കും, കള്ളു കുടിക്കും, വേണ്ടി വന്നാൽ പെണ്ണും പിടിക്കും. അത് നിനക്കെന്താടി? നിങ്ങൾ എങ്ങനെയാ എനിക്കെന്താ? നാട്ടുകാരുടെ തല്ലുകൊണ്ട് തീരണ്ടെന്ന് വെച്ച് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ പോണു. പിന്നെയും എന്തൊക്കെയോ പിറുവിറുക്കുന്ന പോലെ ശിവേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ പിന്നെ ഇന്ന് രാത്രി ഞാൻ ഫോൺ വിളിക്കും. ഞാൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. എന്റെ പട്ടി എടുക്കും. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് സൗകര്യം പോലെ ആരാന്ന് വെച്ചാൽ എടുത്താൽ മതി. ഒരു കണക്കിന് പട്ടിയാ നല്ലത്. അതാവുമ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിലും ചെയ്യും. ഈ കുതിച്ചോണ്ട് വരുന്ന കണ്ടപ്പോഴേ ഞാൻ വണ്ടി വിട്ടു. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഡൈനിങ് ടേബിൾ തലവെച്ച് കിടക്കുന്ന കണ്ടു. എന്തു പറ്റി അമ്മേ? ആ, നീ വന്നോ? ഓ, ഒന്നുമില്ല, ഓരോന്ന് ആലോചിച്ച് കിടന്നു എന്നേ ഉള്ളൂ. അമ്മയോട് അപ്പച്ചിയെ പറ്റി ചോദിച്ചാലോ? ഇതാണ് പറ്റിയ സമയം. അച്ഛനുമില്ല. ഞാനും സംശയിച്ചു നിന്നു. അമ്മേ, എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാളെ കുറിച്ച്. ആരാ? അത് പിന്നെ സുഭദ്ര അപ്പച്ചിയെ. അമ്മ അതിശയത്തോട് നോക്കുന്ന കണ്ടു. നീ സുഭദ്രയെ കണ്ടോ? വഴിയിൽ വെച്ച്. ഞാൻ മറ്റേങ്ങ നോക്കി പറഞ്ഞു. അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിച്ചു. ഞാനത് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ദേവേട്ടന്റെ ജീവനായിരുന്നു അവൾ. നിന്നെ പോലെ ആ കാഴ്ചയിൽ ഞാൻ ആ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവൾ ചെറുതാ എന്ന് വെച്ചാ തീരെ ചെറിയ കുട്ടിയല്ല. ഒരു 10-14 വയസ്സ് കാണും. എപ്പോഴും ഏട്ടത്തി എന്ന് വിളിച്ച് എന്റെ പിന്നാലെ തന്നെ. കല്യാണം കഴിഞ്ഞ ദിവസം ഏട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അവളെ കുറിച്ചാ. ആ അവളാ ഇപ്പോ. പാവം എന്റെ കുട്ടി എന്തെല്ലാം അനുഭവിച്ചു. അമ്മ കരയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അപ്പച്ചിയെ ഇഷ്ടമാണോ? എന്നിട്ട് അമ്മ എന്താ അപ്പച്ചിയോട് മിണ്ടാത്തെ? അത് പിന്നെ അവൾ കാരണം തകർന്നു പോയ ഒരാളുണ്ട്, നിന്റെ അച്ഛൻ. ഞാൻ കൂടി ഇല്ലായിരുന്നേൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തേനെ. ഞാൻ അറിയുന്ന സുഭദ്രയ്ക്ക് ഏട്ടനെ വേദനിപ്പിക്കാനാവില്ല. ഒരു പക്ഷേ എന്തേലും ചതി പറ്റിയിട്ടുണ്ടാവും. എങ്കിലും എനിക്ക് അവളുടെ പക്ഷം നിൽക്കാനാവില്ല കുട്ടി. അവളെ കാണുമ്പോഴെല്ലാം നിന്റെ അച്ഛന്റെ നെഞ്ചു പിടയുന്ന ഞാൻ അറിയുന്നുണ്ട്. എന്റെ കണ്ണും നിറഞ്ഞുപോയി. മോൾ അവളോട് മിണ്ടിയോ? ശിവൻ എന്ത് ചെയ്യുവോ? ഇന്നലെ അമ്പലത്തിൽ ഉത്സവത്തിന് കണ്ടു അവനെ. ഒത്തൊരാണായിരിക്കുന്നു എന്റെ കുട്ടി. മിടുക്കനാ. കുറച്ച് എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. അവന് നല്ലതേ വരൂ. അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവൻ. നോക്കി നിൽക്കാനും പ്രാർത്ഥിക്കാനും അല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് പറഞ്ഞ് അമ്മ കണ്ണുകൾ തുടച്ചു. ശിവേട്ടനോട് അമ്മയ്ക്ക് വാത്സല്യം എന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. മനസ്സ് നിറഞ്ഞു. എന്തേലും ആഹാരം കഴിച്ചു വരുത്തി റൂമിൽ പോകുമ്പോൾ ശിവേട്ടന്റെ ശബ്ദം കേൾക്കാൻ മനസ്സ് വെമ്പുകയായിരുന്നു.